മുട്ടത്ത് മതസൗഹാർദ്ദം തകർക്കാനുള്ള ആസൂത്രിത ശ്രമം അപലപനീയമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ജനുവരി 12 ഞായറാഴ്ച പാലാ രൂപതയിലെ മുട്ടമ്മർത്ത് മറിയം ടൗൺ പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് ചേർന്ന പള്ളിയോഗത്തിലേക്ക് അതിക്രമിച്ചു കടന്ന 10ഓളം വരുന്ന അന്യമതസ്ഥരായ ആളുകൾ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും വികാരിയെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് അപലപനീയവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. ഇടവക ദേവാലയത്തിലെ തിരുനാളൊരുക്കത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ചേർന്ന പള്ളിയോഗത്തിലേക്കുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റം സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തിരുനാളിനോടനുബന്ധിച്ച് പാതയോര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ടൗൺ സ്റ്റാൻഡിലെ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തതോടൊപ്പം പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവർത്തനത്തിനും പൊതുജനത്തിനും മാർഗതടസ്സമായി അനധികൃതമായി വെച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു ഭാഗം പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് എന്ന കാരണം പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ പള്ളി കോമ്പൗണ്ടിലേക്ക് ഇരച്ചുകയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ന്യായീകരിക്കാൻ കഴിയില്ല. വികാരിയോടും പള്ളി കമ്മിറ്റി യോഗാംഗങ്ങളോടും പ്രകോപനപരമായും അപമര്യാദയായും സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ആസൂത്രിതമായ നീക്കമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മതസൗഹാർദ്ദം തകർക്കാനുള്ള സംഘടിത ശ്രമം അംഗീകരിക്കാനാവില്ലെന്നും സംഭവത്തെ വഴിതിരിച്ചുവിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങളെയും ജാഗ്രതയോടെ നേരിട്ടേ പറ്റൂ എന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു. സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാമൂഹ്യദ്രോഹികളെ ശുചീകരിക്കേണ്ടത് ഭരണാധികാരികളുടെയും പോലീസിന്റെയും കടമയാണെന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. സംസാരിച്ച